ദൈവത്തെ പ്രാർത്ഥിച്ചാൽ മതി. കാലത്തും വൈകിട്ടും വീട്ടിലൊരു വിളക്ക് കത്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതെ മതി. പക്ഷെ പൂജാമുറിയുടെ മാഡത്തിന് പൂജാമുറിയുടെക്കകത്ത് കുറേ പടങ്ങളില്ലേ? അല്ല, പടങ്ങളുണ്ടാവും. അപ്പോൾ ആ പടങ്ങളിനകത്തുള്ള രൂപങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മുടെ മനസ്സിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അവരൊന്നുമല്ല, നമ്മൾ പണ്ട് പൂർവ്വരെ ഇതാണ് ഗണപതി, ഇങ്ങനെ ഒരു പടം വരച്ചു തന്നു, ഇതാണ് മുരുകൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതൊക്കെ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ദൈവത്തോടൊരു വിശ്വാസം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇതൊന്നും ഇല്ലാത്തവരുണ്ട്, തീർച്ചയായിട്ടും ഒരു വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും നമ്മൾ ഇപ്പം ഇപ്പം പൂജാമുറികളിലൊക്കെ പണ്ടുള്ള നമ്മൾ കളക്ഷൻ ഓഫ് പടങ്ങളൊക്കെ കാണും. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് തന്നെ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള എനർജി മാറ്റി പോസിറ്റീവായിട്ടുള്ള എനർജി കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഈ രൂപങ്ങളിൽ വിശ്വാസമുണ്ടോ, അത് ഒരു സെക്ഷനാണ്. ഇപ്പം രൂപങ്ങളിൽ വിശ്വസിക്കുന്നവരും പൂജകളിൽ വിശ്വസിക്കുന്നവരും. ഇനി അതല്ലാത്തവർക്ക് പോലും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇങ്ങനെ നമ്മൾ കത്തിക്കുന്നവർ, ഈ വിളക്ക് മാത്രം കത്തിക്കുന്നവർ ഒക്കുമെങ്കിൽ 5 തിരിയുള്ള നെയ് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കും. അതെ, കാരണം അതിൻ്റെ എയർ പ്യൂരിഫിക്കേഷനും ഒക്കെ നടക്കുന്നതുകൊണ്ട് അത് നന്നായി. ഒരു സിംഗിൾ തിരിയേക്കാൾ, ഒരു ഡബിൾ തിരിയേക്കാൾ ഒരു 5 തിരി വിളക്ക്, അത് നിലവിളക്ക് തന്നെ ആയിരിക്കണം. ആ നിലവിളക്കുകൾ നെയ്യ് മാത്രം ഒഴിച്ച് അറ്റ്ലീസ്റ്റ് ഒരു തേഴ്സ്ഡേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡേ കത്തിച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ ഭയങ്കര എഫക്റ്റാണ്. കാരണം അതിൽ പോസിറ്റീവായിട്ടുള്ള എനർജി വരുന്നു. അതാണ് ആ സയന്റിഫിക് വശമാണ് നമ്മൾ നോക്കേണ്ടത്, വാസ്തുവിൻ്റെ വശമല്ല. അതെ, നമുക്കൊരു കോളുണ്ട്. ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? പറയൂ. ഹലോ, ആരാ സംസാരിക്കുന്നത്? ഞാൻ തിരുമലയിലാണ്. വടക്ക് കിഴക്കേ മൂലയില് അടുക്കള വർക്ക് ഏരിയ വരുന്ന പ്രശ്നമുണ്ടോ സാർ? വടക്ക് കിഴക്കേ ഏരിയയിൽ വർക്ക് ഏരിയ വന്നിട്ട് ഒരു കുഴപ്പമില്ല, അത് അടുക്കള സ്ഥാനം തന്നെയാണ്. പക്ഷേ ആ അടുക്കള വർക്ക് ഏരിയക്ക് പുറത്തൊരു ടോയ്ലറ്റ് ഒന്നും വരരുത്. പക്ഷേ സാർ, ഈ വീടും വസ്തുവും പ്രത്യേകം നമ്മൾ വാസ്തു നോക്കുന്നത്. വീടിന്റെ വാസ്തു പ്രത്യേകം, കന്നിമൂല അത് പ്രത്യേകം, വസ്തുവിന്റെ പ്രത്യേകമായിട്ടല്ലേ നോക്കണം. ഒരു പ്ലോട്ടിന് 2 മൂലകളുണ്ട്. ഒന്ന് വീടിനൊരു കന്നിമൂലയുണ്ട്, പ്ലോട്ടിനൊരു കന്നിമൂലയുണ്ട്. രണ്ട് നോക്കണം. സാർ, അതുപോലെ ഈ നമ്മുടെ ഈ ബ്രഹ്മസൂത്രം മറ്റേ ഈ വായു സഞ്ചേതമേ, അതെ, നമ്മൾ പ്രത്യേകം ഹോൾ ഇടേണ്ട ആവശ്യമുണ്ടോ? അതാ നമ്മുടെ വീട് ജനലൊക്കെ തുറന്നിട്ടാ മതിയോ? ജനല് തുറന്നിട്ടാ മതി. മുകളിൽ എയർ ഹോൾ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. വേണ്ട വേണ്ട, റൂമിനകത്ത് ഏതെങ്കിലും 2 സ്ഥലത്ത് ഒരു എയർ ഹോൾ ഇട്ടിരുന്നാൽ മതി. അതിന് ഒരു ഹോളൊന്നും ഇടേണ്ട കാര്യമില്ല. ഇല്ല ഇല്ല, അങ്ങനെ ഒരു നിർബന്ധമില്ല. അത് ഞങ്ങളിപ്പോ ഇത് കഴിഞ്ഞ ശേഷം എക്സ്പ്ലെയിൻ ചെയ്യാതെ കേട്ടോളൂ. തെക്കോട്ടോ? ശരി. അപ്പോഴും ഈ കന്നിമൂല ഭാഗത്താണ് അത് പണിത് പോയി. അങ്ങനെ കന്നിമൂല ഭാഗത്ത് കാർ ഷെഡ്. ഓക്കെ. അപ്പൊ കാർ ഷെഡ് ഉണ്ട്, സ്റ്റെയറും ഉണ്ട്. അത് ദോഷമാണോ സാർ? ഇപ്പൊ എന്തെങ്കിലും പ്രയാസം വല്ലതും ഉണ്ടോ? ഇപ്പൊ ജോലിയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ട് പോലെ ഒരു ഇതുണ്ട്. പഠിക്കാൻ്റെ ബെനിഫിറ്റ് ഒന്നും അങ്ങോട്ട് വരുന്നില്ല. ശരി. പൂജാമുറിയൊക്കെ ഉണ്ടോ? പൂജാമുറി ഇല്ല. പക്ഷെ അത് നമ്മുടെ ഈ ഫ്രണ്ട് പിടിച്ച് നോക്കിയത് നമ്മൾ എപ്പോഴും കന്നിമൂല ചിട്ടപ്പെടുത്തുന്നത്. അല്ല, കന്നിമൂല ഇപ്പോ അവിടെ കുറച്ച് കാർഷെഡിന് വേണ്ടി കയറ്റിയാണ് എടുത്തിട്ടുള്ളത്, വീടിന്റെ ഫ്രണ്ട് ഭാഗം. ശരി. അപ്പോൾ നമ്മളിപ്പോ അത് പൊക്കി, അപ്പൊ താഴ്ന്നു കിടക്കാൻ പാടില്ലെന്ന് കുറച്ച് കാർഷെഡ് കുറച്ച് പൊക്കിയാണ് എടുത്തിരിക്കുന്നത്. ശരി. താഴ്ന്നു കിടക്കാൻ പാടില്ലെന്ന് പൊക്കിയാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ വീടിന്റെ കന്നിമൂല പൊക്കിയപ്പോ വീടിന്റെ ഫ്ലോറിന്റെ ആ ലെവലിലല്ലല്ലോ പൊക്കിയത്. അങ്ങനെ പൊക്കിയെങ്കിൽ കുഴപ്പമില്ല. പൊക്കിയാൽ മാത്രം പോരാ, അത് ക്ലോസ് ചെയ്തെടുക്കണം. ക്ലോസ് ചെയ്തെടുക്കണം, ഒരു മുറി പോലെ എടുക്കണം. ബെനിഫിറ്റ് ഉള്ള ചെയ്തിട്ട് പ്രയോജനമുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു ഹാൻഡ് റെയിലെങ്കിലും വെച്ച് പിടിപ്പിക്കണം. ഒരു ഹാൻഡ് റെയിൽ, ഇരുമ്പ് അഴി പോലെ വെച്ച് പിടിപ്പിക്കുക. ക്ലോസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഒന്ന്, ഈ വീട് തെക്ക് ഭാഗത്ത് നോക്കിയിരിക്കുന്നു. 2, ഞാൻ നേരത്തെ പറഞ്ഞു, പടിഞ്ഞാറ് വയ്ക്കുന്ന വീട്ടിൽ എപ്പോഴും കന്നിമൂല താഴ്ന്നായിരിക്കും ഈ കാർ ഷെഡ് വയ്ക്കുന്നത്. അപ്പോൾ കന്നിമൂല താഴ്ന്നു കഴിഞ്ഞു. അപ്പോൾ അത് ലെവൽ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ കാർ ഷെഡ് വേറെ സ്ഥാനത്ത് വരേണ്ടത് അവിടെ വന്നു. അപ്പോൾ അതിൻ്റെ ഇഫക്ട്സുകൾ നമ്മൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ഈ വർക്ക് ഏരിയ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് നമ്മുടെ എറണാകുളം കഴിഞ്ഞതിന് ശേഷമുള്ള സ്ഥലത്തെല്ലാം
പൂജാമുറി എപ്പോഴും പടിഞ്ഞാറ് നോക്കിയാണ്. അതെ. കേരളത്തിലാണ് കിഴക്കോട്ട് നോക്കി വയ്ക്കുന്നത്. രണ്ടാമത്തത് കേരളത്തിൽ നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് അടുക്കള. നോർത്ത് ഈസ്റ്റ്. ഇത് കുറച്ച് കഴിഞ്ഞ് ഈ ബുക്കുകളിലൊക്കെ വന്നിട്ട് ഈ അഗ്നികോൺ എന്ന് പറയുന്നതാണ് അതെ. സൗത്ത് ഈസ്റ്റ് എന്നും പറഞ്ഞൊരു ഇതുണ്ടായി. ഇപ്പം എല്ലാവരും അവിടെയാണ് അടുക്കള വയ്ക്കുന്നത്. ശരി. അടുക്കള 3 ഭാഗത്തും വയ്ക്കാം. ഈ സൗത്ത് വെസ്റ്റ് കോർണർ ഒഴിച്ച് ബാക്കി 3 സ്ഥലത്തും വയ്ക്കാം. അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് പറയുന്നത് എയർ കിട്ടണം, സൺറൈസ് കിട്ടണം, അതാണ് അതിൻ്റെ പ്രധാനം. രണ്ടാമത് എയർ ഹോളിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ പലരും പറയുന്ന വീടിൻ്റെ നടുക്കൂടെ ഒരു ഹോൾ ഇട്ടില്ലെങ്കിൽ ശരിയാകത്തില്ല. രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ശ്വാസം ആ റൂമിൽ തങ്ങി നിൽക്കുകയാണ്. അത് വളരെ കുറച്ച് മാത്രമേ എയർ ഹോളിൽ കൂടെ പുറത്തു പോകുകയുള്ളൂ. ബാക്കി അതിനകത്ത് തങ്ങി നിൽക്കും. അങ്ങനെ തങ്ങി നിൽക്കുമ്പോൾ നമുക്ക് അടുത്ത ദിവസം രാവിലെ ജനലെല്ലാം തുറന്നിടുക. സൺറൈസ് കൂടെ വരുമ്പോൾ ആ ബാക്ടീരിയാസ് എല്ലാം മാറിക്കിട്ടും. ഇതിനാണ് ആ എയർ ഹോൾ വെച്ചിരിക്കുന്നത്. അതിന് ഈ നടുക്കൂടെ സൂക്തം വെക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരാൾ വന്നു പറഞ്ഞു, ഇങ്ങനെ എയർ ഹോൾ ഇവിടെ അല്ല വെക്കേണ്ടത്, വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നും എയർ ഹോൾ അങ്ങനെ ബാക്ക് വരെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ച ഒരു ചോദ്യമാണ്, നിങ്ങളൊരു കാര്യം അയാൾ തന്നെ പറയും, ഈ വീട് മുഴുവനും എയർ കണ്ടീഷൻ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഈ എയർ ഹോൾ നമ്മളെവിടെ വയ്ക്കും? അപ്പോൾ ഇതൊക്കെ വെറുതെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഈ നടുക്കൂടെ ഒരു ഹോൾ വേണം, അങ്ങനെയൊന്നുള്ളതല്ല. വായു കടക്കുവാനുള്ള ആ എയർ ഹോൾ കറക്റ്റ് ആയിരിക്കും. ആ രാത്രി നമ്മൾ ശ്വസിക്കുന്നത് നമ്മളങ്ങനെ തങ്ങി മുകളിൽ കൂടെ കുറച്ചേ പോകത്തുള്ളൂ. കുറച്ച് ഫാനിൽ അങ്ങനെ കറങ്ങി നിൽക്കും. രാവിലെ നമ്മൾ ജനലെല്ലാം തുറന്നിടുന്ന സമയത്ത് ഇതെല്ലാം അങ്ങ് പൊയ്ക്കോളും. പക്ഷേ ഇന്ന് ആർക്ക് രാവിലെ ജനൽ തുറന്നിടാൻ സമയമുണ്ട്? 8 മണിക്ക് ഓഫീസിൽ പോകണ്ടേ? അപ്പോൾ തുറന്നിടത്തില്ല. അപ്പോൾ വീണ്ടും അതിനകത്ത് തന്നെ നിൽക്കും. വൈകിട്ട് ആകുമ്പോൾ വൈകിട്ട് വരുമ്പോൾ കൊതുകായി പോയി. അപ്പം നമ്മൾ തുറന്നിടത്തേയില്ല. ശനി ഞായറും എല്ലാം തുറന്നിട്ടാൽ ഭാഗ്യം. അപ്പം അതുകൊണ്ട് ദിവസവും രാവിലെ ഒരു 10 മിനിറ്റ് തുറന്നിട്ടിട്ട് അടയ്ക്കുന്നതായിരിക്കും നല്ലത്. ഈ എയർ ഹോളെല്ലാം ഈ കണക്കിന് മതി. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് ഇതെല്ലാം നമ്മുടെ കോമൺ സെൻസിൽ വരുന്നതാണ്. അതെ. അപ്പം ഈ റൂമിന്റെ ഇതൊക്കെ ആദ്യം പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വീട് വെക്കുന്നതിന് മുമ്പ്, പ്ലോട്ട് വാങ്ങിക്കുന്നതിന് മുമ്പ് ഒരു കൺസൾട്ടിങ് അത്യാവശ്യമാണ്. കാരണം ഇത് ഇപ്പം നമുക്കൊരു എന്താ പറയുക, പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ പോലെ ഒരു കാര്യം, വീടാണ് ഇത്രയും ചെലവ് ചെയ്ത് കെട്ടിയിട്ട് പിന്നെ ഇടിക്കുക, ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് അതൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം കാണും. പക്ഷേ ആണുങ്ങൾ തീർച്ചയായിട്ടും അത് സമ്മതിക്കില്ല. അതുകൊണ്ട് ഈ കാണുന്ന പ്രോഗ്രാം കാണുന്ന സ്ത്രീകൾ ഇനി സ്ഥലം വാങ്ങിക്കാനോ അല്ലെങ്കിൽ വീട് വെക്കാനോ പ്ലാൻ ഉണ്ടെങ്കിൽ ആദ്യം ഇതിനെക്കുറിച്ചുള്ള ധാരണയിൽ വന്നതിന് ശേഷം മാത്രം വെക്കുക. കാരണം പിന്നെ ഇടിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. പലർക്ക് നമ്മളവിടെ സൈറ്റിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, അവർ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഈസ്റ്റ് എന്ന് പറയുന്നത്, സാർ ഇതല്ലേ സാർ ഈസ്റ്റ്? യഥാർത്ഥ ഈസ്റ്റ് ആയിരിക്കില്ല, അത് സൗത്ത് ആയിരിക്കും. അതുപോലും നോക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു 15 രൂപ എടുത്തിരുന്ന ഒരു കീ ചെയിൻ കിട്ടും, അതിനകത്ത് ഒരു മാഗ്നറ്റ് കിട്ടും. ആ മാഗ്നറ്റ് വെച്ചുകൊണ്ട് തന്നെ ഈസ്റ്റ് ഏത് വെസ്റ്റ് ഏത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊന്നും ആരുടെ പോയി ചോദിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ചോളം, ACVയെ സംബന്ധിച്ചോളം, സ്ത്രീ എന്ന ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ചോളം നിങ്ങളുടെ സംശയങ്ങൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. അല്ലെങ്കിൽ rvelaidhan@yahoo.com എന്ന മെയിൽ അയക്കുക. ഫ്രീ ആയിട്ട് നമ്പർ ഇപ്പം സ്ക്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും അത് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ചെറിയ കാര്യങ്ങൾ പറഞ്ഞ വലിയ കാര്യങ്ങൾ പിന്നെ ഒരു ഉപദേശം, ബുക്കുകളൊന്നും വായിക്കരുതെന്നൂടെ പറഞ്ഞേക്കും. അതാണ് പ്രശ്നം. സാർ ഞാൻ ആ ബുക്കിൽ വായിച്ചിരുന്നു, പക്ഷേ ഈ ബുക്കിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഇതിലൂടെ ഒപ്പീനിയൻ വരാം. പിന്നെ എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ നല്ലൊരു എന്താ പറയുക, വാസ്തു കൺസൾട്ടന്റിനെ സെലക്ട് ചെയ്യുക. കാരണം പലരിടത്തും പോയി ചോദിച്ചു വരുമ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും. അപ്പം ഒന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുക, അല്ലേ? അതെ. ആ വീട്ടിലിരിക്കുന്ന സ്ത്രീ ദയവായി ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുക, വിളക്ക് കത്തിക്കുക. അതാണ് അതിൻ്റെ ഐശ്വര്യം. ഏറ്റവും നല്ല കാര്യമാണ് പറഞ്ഞു തന്നത്. ഏതായാലും ഇവിടെ വന്ന് ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെ താങ്ക്സ്. താങ്ക് യു. അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ സുരക്ഷിതരായിട്ടിരിക്കുക.